പാസ്റ്റർ, ഇതാ ഞാൻ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞ എൻ്റെ സ്നേഹിതൻ. ഇവൻ്റെ വീട് പണിയാണ് വർഷങ്ങളായിട്ട് പണി തീരാതെ കിടക്കുന്നത്. സ്തോത്രം. കേറിക്കൂ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പാസ്റ്ററെ, ഞാൻ ടൈറ്റസിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നേക്കാം. നിങ്ങൾ അങ്ങോട്ട് പോകും. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. സുഖമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മോന്റെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞോളൂ. എൻ്റെ അച്ഛൻ ഗൾഫിൽ ആയിരുന്ന സമയത്താണ് ഈ വീട് പണിയാൻ തുടങ്ങിയത്. അച്ഛൻ്റെ ജോലി പെട്ടെന്ന് പോയി, അതുകൊണ്ട് ഇതിങ്ങനെ പൂർത്തിയാക്കാതെ കിടക്കുവാണ്. കുറേ ആൾക്കാർ സഹായിക്കാമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ സഹായിച്ചില്ല. ബാങ്ക് ലോണൊക്കെ വെച്ചായിരുന്നു, എങ്കിലും പൈസ കിട്ടിയില്ല. ഇത് വർഷങ്ങളായിട്ട് ഈ വീട് ഇങ്ങനെ പണി പൂർത്തിയാകാതെ കിടക്കുകയാണ്. ഈ വീടിന്റെ പണി പൂർത്തിയാകാൻ വേണ്ടി പാസ്റ്ററിന് പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദര, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കളോട് എനിക്ക് പറയാനുണ്ട്. സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 27 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. സ്തോത്രം. സ്തോത്രം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് അതിന് രസം വരുത്തും? പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിന് പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഗോപുരമാണ്. ഇതിലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എതിരെ വരുന്ന ഏതു വലിയ ശക്തി ആയിക്കോട്ടെ അവയെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും. മൂന്നാമതായി ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് അനേകരുടെ കയ്പ് നിറഞ്ഞ ജീവിതത്തെ മധുരമുള്ളതായി മാറ്റാൻ അല്ലെങ്കിൽ രുചിയുള്ളതാക്കാൻ കഴിയും. നമ്മൾ സകലരെയും ത്യജിച്ച് നമ്മെ തന്നെ ത്യജിച്ച് ക്രൂശ് എടുത്തെങ്കിൽ മാത്രമേ ശിഷ്യത്വത്തെങ്കിൽ നമ്മൾ വിജയിക്കുകയുള്ളൂ. അല്ല എങ്കിൽ ഈ പണി തീരാത്ത വീട് പോലെ ഒരു പരിഹാസമായിരിക്കും, നമ്മൾ പരാജയപ്പെട്ടു പോകും. സഹോദര, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഒരു അദൃശ്യ ലോകമുണ്ട്. അതിൽ ചില വാഴ്ചകളും അധികാരങ്ങളും ദുഷ്ടാത്മ സേനയുമുണ്ട്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യത്തിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ ദുഷ്ടലോകത്തിന് അടിമയായിട്ട് വളരെ നിന്ദിക്കപ്പെട്ട് ജീവിക്കേണ്ടി വരും. നമ്മൾ ശിഷ്യത്വത്തെങ്കിൽ വിജയിച്ചാൽ നമ്മൾ അനേകർക്ക് രുചി വരുത്തുന്ന, അല്ല എങ്കിൽ മധുരം വരുത്തുന്ന നല്ലൊരു ശിഷ്യനായി മാറാൻ കഴിയും. അല്ല എങ്കിൽ നിലത്തിട്ട് ചവിട്ടുന്ന ഒരു ചവിട്ടി പോലെ നമ്മളെ പരാജയപ്പെടുത്തുവാൻ ഇടയാകും. ഈ വീട് കാണിക്കുന്നത് തോറ്റുപോയ ശിഷ്യത്വത്തിന് ഒരടയാളമാണ്. നമുക്കെതിരെ കടന്നു വന്ന് നമ്മെ അടിമയാക്കിയ പൈശാചിക ശക്തി പരാജയപ്പെടുത്തിയതിൻ്റെ ഒരടയാളമാണ് ഈ വീട്. ഒരു പാട്ട് പാടി പ്രാർത്ഥിക്കാം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും എന്നും മാറാതുള്ളത് നിൻ വചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം,
സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലല്ല കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല. വഴിയിൽ വീണാൽ വചനം ഫലമേകത്തില്ല. ക്രിസ്ത്യാനിക്ക് എന്താണ് സംഭവിച്ചത്? ഈ പണി തീരാത്ത വീട് ശിഷ്യത്വത്തിൽ പരാജയപ്പെട്ട ക്രിസ്ത്യാനിയുടെ ഒരു മറുരൂപമാണ്. ബലൂൺ രാക്ഷസന്മാർക്ക് മുമ്പിൽ പരാജയപ്പെടുന്നത് വചനത്തിൻ്റെ നിക്ഷേപമില്ലാത്തത് കൊണ്ടാണ്. അനേകരെ മധുരിപ്പിക്കേണ്ട ക്രിസ്ത്യാനി ഭൂമിക്ക് കമർപ്പും അറപ്പുമായത് വചനത്തിലെ ഉപദേശങ്ങൾ അറിയാതെ പോയതുകൊണ്ടാണ്. ശിഷ്യത്വം ഒരു സുന്ദര ഗോപുരം പോലെ നിങ്ങളെ ഒരടയാളമാക്കും. ശിഷ്യത്വം നിങ്ങൾക്കെതിരെ വരുന്ന അസ്ത്രത്തിന്റെ മോനെ ഓടിക്കും. ശിഷ്യത്വം ഭൂമിയിൽ നിങ്ങളെ വിലയുള്ളവരാക്കും. സ്കൂൾ ഓഫ് തിയോളജി പുതിയ ബാച്ചിലേക്കുള്ള ശിഷ്യന്മാരെ സ്വീകരിക്കുന്നു. താമസ സൗകര്യവും ഭക്ഷണവും സൗജന്യം. വയലിൽ വീണാൽ എല്ലാം കതിരായിടും.